അമേരിക്കയെ ഞെട്ടിച്ച് ഇറാന്റെ ആണവ നീക്കം. ബീജിംഗിൽ ഇറാന്റെയും റഷ്യയുടെയും പ്രതിനിധികൾ ചൈനീസ് പ്രതിനിധികളുമായി ആണവായുധം സംബന്ധിച്ച ആണവ പദ്ധതി സംബന്ധിച്ച നിർണായക ചർച്ചകൾ നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ അന്ത്യശാസനത്തെ, അമേരിക്കയുടെ മുന്നറിയിപ്പിനെ പുച്ഛമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒരിക്കൽ കൂടി ഇറാൻ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇറാനുമായി ആണവ വിഷയത്തിൽ ചർച്ചകൾക്ക് താല്പര്യമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് പലതവണയായി ആവർത്തിച്ച് ഇറാനെ അറിയിച്ചതാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചു എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നാലെ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വരികയും ചെയ്തു. തനിക്ക് അമേരിക്കയിൽ നിന്നും ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്നും അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇറാന് താല്പര്യമില്ലെന്നുമായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം. കാരണം ആണവ പരീക്ഷണം, ആണവായുധ നിർമ്മാണം ഇതൊക്കെ ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനോ ഇറാനെ തടയാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, അമേരിക്കയ്ക്ക് ഒട്ടും കഴിയില്ല എന്ന് ആയത്തുള്ള അലി ഖമേനി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം അമേരിക്ക പരിഗണിക്കുന്നതിനിടയിലാണ് റഷ്യയുമായും ചൈനയുമായും നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞർ, മിസൈൽ ശാസ്ത്രജ്ഞർ അടക്കമുള്ള വൻ സംഘം ടെഹ്റാനിലേക്ക് എത്തിയിരുന്നു. ടെഹ്റാനിലെത്തി ഇറാനിലെ പ്രതിരോധ മന്ത്രിയുമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഉദ്യോഗസ്ഥരുമായും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയിരുന്നു. റഷ്യയാണ് ഇറാൻ ആവശ്യമായ ആണവ സാങ്കേതിക വിദ്യ കൈമാറുന്നത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആയത്തുള്ള അലി ഖമേനി തന്നെ പരസ്യമായ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് എന്താണവ പദ്ധതികൾ, എന്താണവ പരിപാടികൾ നടക്കുന്നു എന്നത് സംബന്ധിച്ച് റഷ്യയ്ക്ക് വ്യക്തമായി അറിയാം. അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ആണവ പദ്ധതികളെ കുറിച്ച് അറിയണമെങ്കിൽ റഷ്യയോട് ചോദിക്കുക. ഇതായിരുന്നു ഒരിക്കൽ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് റഷ്യ ഇറാന് ആണവ പദ്ധതിയും അതുപോലെ ആണവ സാങ്കേതിക വിദ്യയും ആണവ ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു സാധന സാമഗ്രികളും കൈമാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയ തോതിലുള്ള അളവ് ഇറാനിലുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇറാനിൽ 3 ഇടങ്ങളിലായി ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുവെന്ന് അമേരിക്കയുടെ ചാരസംഘടന തന്നെ കണ്ടെത്തിയിരുന്നതുമാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു നീക്കം അമേരിക്ക നടത്തിയത്. ഇതിന് ഇസ്രായേലിൻ്റെ സഹായം അമേരിക്ക തേടിയിരുന്നു. ഇസ്രായേൽ ആകട്ടെ ഇതിന് നേരത്തെ തന്നെ തയ്യാറായിരുന്നതാണ്. ഇറാനിലെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവായുധം സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾ, ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ അവയുടെയൊക്കെ തന്നെ കൃത്യമായ പ്ലാനും കൃത്യമായ ബ്ലൂ പ്രിൻറ്റും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഒരു ഉത്തരവ് അമേരിക്ക നൽകിയാൽ മതി, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു പൊങ്ങി ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിലേക്ക് എത്തി അവിടെയുള്ള ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ വൻതോതിൽ ആണവായുധം, വൻതോതിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഇതിനിടയിൽ ഒരു ചെറിയ തന്ത്രം അമേരിക്ക നടത്തി. എന്നാൽ ആ തന്ത്രം പാടെ പാളുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. മറ്റൊന്നുമല്ല, ഇറാനുമായി ഒരു നയതന്ത്ര ഇടപെടലിന് അമേരിക്ക ശ്രമിച്ചു. ഒപ്പം ഹമാസുമായുള്ള ചെറിയ ചർച്ചകൾക്കും അമേരിക്ക നീക്കം നടത്തി. ഹമാസുമായി അമേരിക്കൻ പ്രതിനിധി ചർച്ച നടത്തി. എന്നാൽ ഇറാനുമായി ഒന്ന് അടുക്കാനുള്ള അമേരിക്കയുടെ നീക്കം പൂർണ്ണമായും പാളിപ്പോയി എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഇതിനൊരു കാരണമുണ്ട്. ഇറാനും റഷ്യയുമാണ് പ്രധാനപ്പെട്ട സൗഹൃദ രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക ആയുധങ്ങൾ സംബന്ധിച്ച കൈമാറ്റമുണ്ട്, സൈനിക സഹായങ്ങൾ പരസ്പരമുണ്ട്. ഒപ്പം ഉത്തര കൊറിയയും ചൈനയും ഇറാൻ്റെയും അതുപോലെ റഷ്യയുടെയും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ്. ഈ ഉത്തര കൊറിയ വൻതോതിലുള്ള ആയുധങ്ങൾ ഇറാന് നേരത്തെ നൽകിയിരുന്നു. അതുമാത്രമല്ല, ആണവ സാങ്കേതിക വിദ്യയുടെ വലിയൊരു ഭാഗം നൽകിയത് ഉത്തര കൊറിയയാണ്. എന്നാൽ റഷ്യയും ഇറാനും തമ്മിൽ
അതിനേക്കാൾ വലിയ ബന്ധമാണ്. ഉക്രൈനുമായി യുദ്ധം നടന്ന ഘട്ടത്തിൽ ഇറാൻ വൻതോതിലുള്ള ആയുധങ്ങളും മിസൈലുകളുമാണ് റഷ്യക്ക് നൽകിയത്. അതിന് പകരമായി റഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല സൈനിക ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ഇറാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇറാന് ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ, അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ നൽകിയത് റഷ്യയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ ഘട്ടത്തിലാണ് റഷ്യയെ ഇറാനിൽ നിന്ന് അകറ്റുന്നതിനും ആ സ്ഥാനത്ത് അമേരിക്കയ്ക്ക് വരുന്നതിനുമുള്ള ഒരു പദ്ധതി അമേരിക്ക നടത്തിയത്, അതിനുള്ള ശ്രമം നടത്തിയത്. ഇറാനുമായി ഒരു സൗഹൃദ പാലം സ്ഥാപിക്കുക, സൗഹൃദ അന്തരീക്ഷം സ്ഥാപിക്കുക എന്നതായിരുന്നു ട്രംപിൻ്റെ നീക്കം. എന്നാൽ അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ. അമേരിക്കയുമായി ഒരു തരത്തിലുള്ള സൗഹൃദ സന്ധി സംഭാഷണത്തിനും താല്പര്യമില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, അമേരിക്കയുടെ മുന്നറിയിപ്പിനെ പരമപുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു ആയത്തുള്ള അലി ഖമേനി. ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുക തന്നെ ചെയ്യും. അത് ലോക സമാധാനത്തിനും രാജ്യങ്ങളുടെ സ്വയം ഭരണാധികാരത്തിനെ സംരക്ഷിക്കുന്നതിനുമായി ഇറാൻ ആ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട്, ഇറാൻ്റെ പക്കൽ ആണവായുധമുണ്ട്, ആണവ പരീക്ഷണം അവർ നടത്തുന്നു. ഒരു തരത്തിലും അത് നിർത്താൻ അവർ തയ്യാറല്ല. അമേരിക്ക എന്നല്ല, ഇനി ഒരു ലോകരാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും സ്നേഹത്തോടെ പറഞ്ഞാലും ആണവായുധ പരീക്ഷണം നിർത്താൻ തയ്യാറല്ല എന്ന് ഇറാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഉദ്യോഗസ്ഥരുമായും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയിരുന്നു. റഷ്യയാണ് ഇറാൻ ആവശ്യമായ ആണവ സാങ്കേതിക വിദ്യ കൈമാറുന്നത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആയത്തുള്ള അലി ഖമേനി തന്നെ പരസ്യമായ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് എന്താണവ പദ്ധതികൾ, എന്താണവ പരിപാടികൾ നടക്കുന്നു എന്നത് സംബന്ധിച്ച് റഷ്യയ്ക്ക് വ്യക്തമായി അറിയാം. അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ആണവ പദ്ധതികളെക്കുറിച്ച് അറിയണമെങ്കിൽ റഷ്യയോട് ചോദിക്കുക. ഇതായിരുന്നു ഒരിക്കൽ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് റഷ്യ ഇറാന് ആണവ പദ്ധതിയും അതുപോലെ ആണവ സാങ്കേതിക വിദ്യയും ആണവ ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു സാധന സാമഗ്രികളും കൈമാറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു.